നമസ്കാരം. കാത്തിരിപ്പിന് വിരാമമിട്ട് IPL 2025 സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയാണ് നേരിടുന്നത്. ആവേശകരമായ പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മെഗാലയത്തിന് ശേഷം നടക്കുന്ന സീസണായതിനാൽ തന്നെ വലിയ മാറ്റങ്ങളും ടീമിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ സീസണെ കൂടുതൽ ആവേശകരമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ IPL-ലെ ആവേശ ഉദ്ഘാടന മത്സരത്തിന് കടുത്ത ഭീഷണിയാവുകയാണ് മഴമേഘങ്ങൾ. നിലവിലെ കൊൽക്കത്തയിലെ കാലാവസ്ഥാ റിപ്പോർട്ട് മത്സരം നടക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി ശക്തമായ മഴയാണ് കൊൽക്കത്തയിലുള്ളത്. വരുന്ന ദിവസങ്ങളിലും മഴ ആവർത്തിക്കും എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. വൈകിട്ട് കൊൽക്കത്തയിൽ ശക്തമായ കാറ്റും പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഉദ്ഘാടന മത്സരം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഉദ്ഘാടന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചാൽ പകരം റിസർവ് ഡേ ഉണ്ടോ എന്നൊരു ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. അതോ പോയിന്റ് പങ്കിടുമോ എന്ന ചർച്ചകളും വരുന്നുണ്ട്. എന്തായാലും പരിശോധിക്കാം. ഉദ്ഘാടന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചാൽ റിസർവ് ഡേ ഉണ്ടായിരിക്കില്ല. 1 മണിക്കൂർ വൈകിയെങ്കിലും മത്സരം ആരംഭിക്കാനായാൽ മത്സരം പൂർണ്ണമായും നടത്താനാകും. ഇതിനുശേഷം വൈകുന്നതിനനുസരിച്ച് ഓവറുകൾ വെട്ടിക്കുറയ്ക്കേണ്ടതായി വരും. 5 ഓവറെങ്കിലും കളി നടത്താൻ സാധിക്കുമോ എന്നതാണ് പരിശോധിക്കുന്നത്. ഇതിനും സാധിക്കാത്ത പക്ഷമായിരിക്കും മത്സരം ഉപേക്ഷിക്കുക. ഓരോ പോയിന്റ് വീതം ഇരു ടീമും പങ്കിടുകയാണ് ചെയ്യുക. റിസർവ് ഡേ പ്ലേ ഓഫിലും ഫൈനലിലും മാത്രമേ കാണുകയുള്ളൂ എന്നും അറിയിച്ചു കഴിഞ്ഞു. വൈകിട്ട് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും മത്സരം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരിലും ഉള്ളത്. ശുഭപ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ ദിവസവും കൊൽക്കത്തയിൽ മഴ പെയ്തെങ്കിലും ഇതിനുശേഷവും ഇവിടെ പരിശീലനം നടത്താൻ താരങ്ങൾക്ക് സാധിച്ചിരുന്നു. പിച്ചിലേക്ക് വെള്ളം വരാതെ പൂർണ്ണമായും കവർ ചെയ്തിട്ടിരുന്നു. കൂടാതെ ഈർപ്പം പെട്ടെന്ന് വലിച്ചെടുത്ത് കളയാനും സംവിധാനങ്ങളുണ്ട്. ഇക്കാരണത്താൽ തന്നെ മത്സരം നടത്താമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഉദ്ഘാടന മത്സരം നടക്കാതെ പോയാൽ അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാകും വലിയ തിരിച്ചടിയായി മാറുക. കാരണം മത്സരം നടക്കുന്നത് കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടിലാണ്. സ്വന്തം തട്ടകത്തിൽ ജയിച്ച് നിർണായകമായ 2 പോയിന്റ് നേടാനുള്ള സുവർണാവസരമാണ് KKR-ന് കൈവന്നിരിക്കുന്നത്. അത് നഷ്ടമായാൽ വലിയ വില തന്നെയായിരിക്കും കൊൽക്കത്തയ്ക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടാവുക. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വലിയ മാറ്റങ്ങളോടെയാണ് ഇത്തവണ എത്തുന്നത്. കപ്പടിച്ച നായകനായ ശ്രേയസ് അയ്യരെ ടീം ഒഴിവാക്കിയിട്ടുണ്ട്. പകരം സീനിയർ താരമായ അജിൻക്യ രഹാനെയാണ് നായകനാക്കി കൊണ്ടുവന്നിരിക്കുന്നത് KKR. ബൗളിംഗ് നിരയിലും ബാറ്റിംഗ് നിരയിലും വലിയ അഴിച്ചുപണിയും നടത്തിയിട്ടുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഇത്തവണത്തെ പ്രകടനം എങ്ങനെയാകുമെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കവെയാണ് ഇപ്പോൾ ടീമിന് വലിയ തിരിച്ചടിയായി മഴ എത്തുന്നത്. മത്സരം നടക്കാതെ പോയാൽ അത് വലിയ നിരാശയായി മാറും. ഉദ്ഘാടന മത്സരം തന്നെ കുളമാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. ഇത്തവണയെങ്കിലും കിരീടം നേടാമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് RCBയുടെ വരവ്. രജത് പാട്ടീദാർ നയിക്കുന്ന RCB താരസമ്പന്നമാണ്. മുഹമ്മദ് സിറാജിനെ അടക്കം പുറത്താക്കി സന്തുലിതമായ ടീമിനെ സൃഷ്ടിക്കാൻ ഇപ്പോൾ RCBക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ടീമിന്റെ പ്രകടനം കളത്തിൽ എങ്ങനെയാകുമെന്നാണ് കണ്ടറിയേണ്ടത്. വിരാട് കോഹ്ലിയുടെ പ്രകടനത്തിലേക്കും എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ RCBയുടെ ആദ്യ മത്സരം മഴ കൊണ്ടുപോയാൽ ആരാധകർക്ക് അത് കടുത്ത നിരാശയാകുമെന്ന് ഉറപ്പാണ്.